ഹായ്. എടേ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ സാധാരണ പഴയ പോലെ തന്നെയാണ്. സദ്യയൊന്നുമില്ല, പായസമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഒരു ചെറിയ റെസിപ്പി കാണിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീനാണ്. തീരെ സോയാബീൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പരാതിയാണ്. അതിനകത്തൊരു പ്രത്യേക സ്മെല്ലുണ്ട്, അത് പോകുന്നില്ല, എത്ര കഴിക്കാലും പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് പേരെടുത്ത് അന്വേഷിച്ചപ്പോൾ ഒരു ഐഡിയ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. ആദ്യം നമ്മുടെ സോയാബീൻ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ടല്ലോ, ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ഇത് ചൂടാകുമ്പോഴത്തേന് തന്നെ നമുക്കൊരു പച്ചവെള്ളം കൂടെ എടുത്ത് അടുത്ത് വെച്ചേക്കണം. അതെന്തിനാന്നുള്ളത് പറയാം. അപ്പോൾ ഈ ചൂടാക്കാൻ വെച്ച സാധനം ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കൊച്ചുള്ളിയും നമ്മുടെ പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. ആ സംഭവം ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് തിളച്ച് വെന്ത് പോകരുത്, അപ്പോഴത്തേനും അങ്ങ് പൊടിഞ്ഞു പോകത്തില്ലയോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അടുത്തടുത്ത് വെച്ചിരുന്ന പച്ചവെള്ളം ഇല്ലയോ, അതിലേക്ക് സോയാബീൻ ഇടാം. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ഈ ഒരു പതഞ്ഞ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അടുത്തൊരു പച്ചവെള്ളത്തിലും കൂടെ ഒക്കെ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ, ഒരു ചട്ടിക്കകത്ത് സാധാരണ നമ്മൾ ഈ സോയാബീൻ വെക്കുന്നത് പോലെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിനകത്ത് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയോ ഗരം മസാല ആവശ്യമുള്ളതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ സോയാബീനും കൂടെ അതിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വെക്കണം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഒരു അര ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം, ഇത് ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേണ്ട അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേനും സംഗതിയൊക്കെ ഏതാണ്ട് ഒരു പരുവമൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയൊരു തീയിലൊക്കെ വെച്ച് ഇതിനെ ഒന്ന് പറ്റിച്ച് ഒരു ബീഫ് വരട്ടിയതുപോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയാബീൻ കറിയൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടോ എന്ന് പറയാം കേട്ടോ. ദോശയാണിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഞാൻ നല്ല ഡ്രൈ ആക്കി വെച്ചതാണ്. ഇവിടെ ആർക്കും കറി ആക്കുന്നത് അത്ര താല്പര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. സംഗതി എന്ന് വെച്ചാലുണ്ടല്ലോ, ആ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പോയി എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടല്ലോ, കുറേ മാക്സിമം എൻ്റെ പോയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ കഴുകി പിഴിഞ്ഞെടുക്കുന്ന കണക്കല്ല, ഇത്തിരി കൂടെ നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഒരു ചെറിയൊരു നമ്മൾ അത്ര സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഒരു സ്മെല്ലറിയാൻ പറ്റുന്നുള്ളൂ കേട്ടോ. സംഗതി കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്, കലക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.